ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഡേറ്റയെ എങ്ങനെ ഫോർമാറ്റിങ്ങിലൂടെ റൈറ്റ് സൈഡിൽ കാണുന്ന നല്ല ഭംഗിയുള്ളൊരു ടേബിൾ ഫോർമാറ്റിങ്ങിലാക്കാം എന്നതാണ്. തന്നിരിക്കുന്ന ഡേറ്റയിൽ ക്ലാസ് അറ്റൻഡൻസ് അതൊരു ഹെഡിങ് ആണ്. അത് നമുക്ക് സെൻട്രൽ വരണം. അതിനായിട്ട് ഹോം ടാബിൽ നിന്നും മെർജ് ആൻഡ് സെൻറ്റർ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ഓൾട്ട് എച്ച് അടിച്ചതിന് ശേഷം M+C അടിക്കുമ്പോൾ നമുക്ക് ഇതേ മെർജ് ആൻഡ് സെൻറ്റർ വരുന്നതായിരിക്കും. ഈ ഡേറ്റയുടെ സൈസ് കൂട്ടുന്നതിനായിട്ട് ഡേറ്റ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഉചിതമായ ഒരു സൈസ് ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന് തൊട്ടപ്പുറത്തുള്ള ഈ ഒരു കീയിൽ വന്നതിന് ശേഷം സൈസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇനി നമുക്ക് സബ് ഹെഡ് ആയിട്ടുള്ള ഡേറ്റാസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുഴുവനായും സൈസ് കൂട്ടാവുന്നതാണ്. ഈ ഡേറ്റ ബോൾഡ് കൂട്ടുന്നതിനായിട്ട് ഹോം ടാബിൽ തന്നെയുള്ള B എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ബോൾഡായി മാറും. അല്ലെങ്കിൽ Ctrl+B പ്രസ് ചെയ്യാവുന്നതാണ്. ടേബിളിനൊരു തിക്ക് ബോർഡറിനായി ഹോം ടാബിൽ നിന്നും ബോർഡേഴ്സ് എന്ന് പറയുന്നതിൽ നിന്നും തിക്ക് ബോർഡർ എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡേറ്റയെ ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാനായി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം ടാബിൽ നിന്നും ബോർഡർ ആൻഡ് ഓൾ ബോർഡർ. അപ്പോൾ ഇങ്ങനെയൊരു ടേബിൾ ഫോർമാറ്റ്. കളർ ഷെയ്ഡ് കൊടുക്കുന്നതിനായി ഫിൽ കളറിൽ വന്നതിന് ശേഷം ഒരു കളർ സെലക്ട് ചെയ്യുക. നമ്മുടെ ഡേറ്റ ഇനി ഒരു ടേബിൾ ഫോർമാറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡേറ്റാസ് എല്ലാം ഒരു സെൻറ്റർ വൈസിലേക്ക് നമുക്ക് മാറ്റാം. അതിനായിട്ട് ഹോം ടാബിലുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെൻറ്റർ വൈസായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഓർഗനൈസ്ഡ് ഫോർമാറ്റിലായി അല്ലെങ്കിൽ ഒരു ടേബിൾ ഫോർമാറ്റിലായി. ഇനി നമുക്ക് ഇതിനകത്തൊരു അഡീഷണൽ റോ അല്ലെങ്കിൽ കോളം എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് റോ ആഡ് ചെയ്യാം. അതിനായിട്ട് മൗസ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഇൻസേർട്ട് അവിടെ ഞെക്കുമ്പോൾ നമുക്ക് പുതിയൊരു റോ ആഡ് ആവുന്നത് നമുക്ക് കാണാം. പുതിയതായിട്ട് ആഡ് ചെയ്ത റോസിൽ നമുക്കിനി ഡേറ്റാസ് എൻറ്റർ ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ എൻറ്റർ ചെയ്തേക്കുന്ന ഡേറ്റ ബോൾഡായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് ഈ ഡേറ്റാസ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+B അടിക്കാം. അതല്ലെങ്കിൽ ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഏത് രീതിയിലാണോ ഡേറ്റാസ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ഡേറ്റയാണോ നമുക്ക് മാറ്റേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റാസ് നമുക്ക് വേണ്ട രീതിയിൽ ആകുന്നതായിരിക്കും. ഇനി റാൻഡമായിട്ടാണ് നമുക്ക് ഡേറ്റയുടെ ഫോർമാറ്റ് മാറ്റേണ്ടതെങ്കിൽ ഏത് രീതിയിലാണോ മാറ്റേണ്ടത്, ഉദാഹരണത്തിന് ഫെബ്, അതിനുശേഷം ഫോർമാറ്റ് പെയിൻറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി മാറ്റേണ്ട ഡേറ്റയിൽ വരിക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാൻഡമായിട്ടും ആ ഒരു ഡേറ്റയുടെ ഫോർമാറ്റ് മാറ്റാവുന്നതാണ്. ഇനി ഇത് മാറ്റാനായിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ മാറ്റാനായിട്ട് എസ്കേപ്പ് അടിച്ചാൽ മതി. കോളം ആഡ് ചെയ്യാനായിട്ട് ഇയിൽ വരിക, കോളം സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് അടിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു കോളം റോ ആഡ് ചെയ്തതുപോലെ തന്നെ കോളം ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിതിവിടെ ആവശ്യമില്ല, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇവിടെ പുതിയൊരു ടോട്ടൽ ഫീ കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, ഡേറ്റ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ടേബിളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. പുതിയൊരു കോളം വന്നു, അതുകൊണ്ട് ടേബിളിൽ മാറ്റം വന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡൻസ് നമ്മൾ മെർജ് ചെയ്ത് സെൻറ്ററിലോട്ട് ആക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ Alt+H+MC അതാണ് നമ്മുടെ ഷോർട്ട് കട്ട്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പം നമ്മുടെ ഹെഡിങ് കറക്റ്റായി. ഇനി നമ്മുടെ ടേബിളിൻ്റെ ഫുള്ള് ബോർഡർ വരുത്തണം. അതിനായിട്ട് Alt+H ബോർഡർ, അതിനകത്തിൽ നിന്നും A, അതുപോലെ തന്നെ T. ടേബിളിൻ്റെ ഫോർമാറ്റ് ശരിയായി. ഇനി നമ്മുടെ ടോട്ടൽ ഫീയുടെ ഫീ മാറിയിരിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ കോളം അഡ്ജസ്റ്റ് ചെയ്തു.
ഇനി ടോട്ടൽ ഫീ എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് നമ്മൾ എന്ത് രൂപയാണ്, ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ ഡോളറാണോ, അത് നമ്മൾ കാണിക്കാനായിട്ട് ഇവിടെ നമ്പേഴ്സിൽ വരിക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ കറൻസി എന്ന് കാണിക്കും. ആ കറൻസിയിൽ ഇപ്പം റുപ്പയുടെ സൈൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ INR നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം ഇന്ത്യൻ റുപ്പി എന്ന് വരും INR. അതിൽ നമ്മൾ ഓക്കെ അടിക്കുമ്പോഴത്തേക്കും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഇന്ത്യൻ റുപ്പി എന്നുള്ളത്. ഇതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+1 അടിക്കുക, കറൻസി സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇന്ത്യൻ രൂപയുടെ സിമ്പിളാണ്. ഓക്കെ അടിക്കുക. നമുക്ക് കാണാം 52,000 അവിടെ സിമ്പിൾ വന്നതായിട്ട് കാണാം. നമ്മളിത് ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ എമൗണ്ടിനും നമുക്കിതേ സിമ്പിൾ വരുന്നതായിട്ട് കാണാവുന്നതാണ്. ഈ ഒരു ടേബിളിനെ ഇനി നമുക്കൊരു സ്റ്റൈലായിട്ടുള്ളൊരു ഫോർമാറ്റിങ്ങിലോട്ട് മാറ്റാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ടേബിൾ ഫുള്ള് കോപ്പി ചെയ്യുക. നമുക്ക് വേണ്ടിടത്ത് അത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ടോട്ടൽ ഫീയുടെ എമൗണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് മാറ്റാനായിട്ട് നമ്മൾ ആ ടേബിൾ വീണ്ടും ഫുള്ള് സെലക്ട് ചെയ്യുന്നതിന് ശേഷം Alt+HOI കണ്ടല്ലോ, ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് മാറും. അതായത് കോളമും റോസും അഡ്ജസ്റ്റ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം വീണ്ടും ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഹോം ടാബിലുള്ള ഫോർമാറ്റ് ടേബിൾ, ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ടേബിൾ ഫോർമാറ്റോ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഇപ്പം ഗ്രീൻ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ ടേബിൾ ഫോർമാറ്റ് ഇങ്ങനെ മാറുന്നതായിട്ട് കാണാം. അപ്പം നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാനും ഒരു ഭംഗി തോന്നുന്ന ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു.